ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് തന്നെ മെൻ്റൽ ഹെൽത്താണ്. ആ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ്. എല്ലാവർക്കും സമ്മർദ്ദമുണ്ട്, സ്വാഭാവികമാണ്. നമ്മുടെ ചുറ്റുപാടുകളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകാം. ചിലവരിൽ പെട്ടെന്ന് തന്നെ സ്ട്രെസ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കത് ദീർഘമായിട്ട് നിലനിൽക്കാം, ചിലർക്കത് ക്രോണിക്കായി മാറാം. അപ്പോൾ സ്ട്രെസ്സിനെ എങ്ങനെ കോപ്പ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു കൃത്യമായ രീതി മനസ്സിലാക്കിയാൽ തന്നെ സ്ട്രെസ്സിനെ നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് സ്നേഹലത മാം ടീച്ചറും ട്രെയിനറുമാണ്. മാമിൽ നിന്ന് സ്ട്രെസ്സിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും അതോടൊപ്പം അത് നേരിടാനുള്ള മാർഗങ്ങളെയും 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്നേഹലത മാം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ടീച്ചറായിരുന്നു, ടീച്ചർ ട്രെയിനറായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ കൗൺസിലിങ്ങിന് പോകാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അമ്പലപ്പുഴയാണ് സ്വദേശം, ഇവിടെ കൊല്ലത്താണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് റിട്ടയർ ചെയ്ത്, ഞാൻ റിട്ടയർ ചെയ്ത്. ഞങ്ങൾക്ക് 4 മക്കളാണ്. അവർ 4 പേരും 4 ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ. തുടങ്ങട്ടെ സാർ? തുടങ്ങിക്കോളൂ. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, അതിൻ്റെ സ്വഭാവം, പ്രതികരണങ്ങളും നേരിടാനുള്ള മാർഗങ്ങളും നമ്മളിൽ എല്ലാവരെയും തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, റിട്ടയർ ചെയ്തവരാകട്ടെ, എല്ലാവരും പലതരം സമ്മർദ്ദങ്ങളിലൂടെയാണ് എല്ലാ ദിവസവും കടന്നു പോകുന്നത്. സമ്മർദ്ദത്തിന്റെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ, സമ്മർദ്ദം എന്നത് ഒരു വ്യക്തിയുടെ സമതുലിതാവസ്ഥയെയും ക്ഷേമത്തിനെയും തെറ്റിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾക്കും വെല്ലുവിളികൾക്കുമുള്ള ശാരീരികവും മാനസികവും വികാരാത്മകവുമായ പ്രതികരണമാണ്. യഥാർത്ഥമോ ഭാവനാപരമോ ആയ സാഹചര്യം ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിന് ശരീരം സ്വാഭാവികമായി പ്രതികരിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്ട്രെസ് ഈസ് എ ഫിസിക്കൽ, മെന്റൽ ഓർ ഇമോഷണൽ റെസ്പോൺസ് to any demand or challenge that disrupts a person's balance or well-being. It is the body's natural reaction to pressure from a situation or event, whether real or perceived. ചിലതൊക്കെ റിയൽ ആയിരിക്കും, ചിലത് നമ്മൾ ഭാവനയെ കണ്ട് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. അങ്ങനെയും സ്ട്രെസ് ഉണ്ടാകും. പിന്നെ ഈ സ്ട്രെസ് അനുഭവിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് അത് നേരിടാനുള്ള കഴിവ്. ചില കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ സ്ട്രെസ്ഡ് ആകും. പക്ഷെ ചിലർക്ക് അങ്ങനെയൊന്നുമില്ല, അവര് വളരെ കൂളായിട്ട് പോയി പരീക്ഷ എഴുതും. സമ്മർദ്ദം സഹിക്കാനുള്ള കഴിവ് എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സമ്മർദ്ദത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഹാർഡിനെസ്, എബിലിറ്റി ടു എൻഡ്യൂർ ഡിഫിക്കൽട്ട് കണ്ടീഷൻസ്. മനോബലം എന്ന് ലളിതമായി പറയാം. ചിലരൊക്കെ തൊട്ടാവാടികളാന്ന് നമ്മൾ പറയും, ചിലർ താപ്പാനകളാന്ന് പറയും. അപ്പൊ ഈ തൊട്ടാവാടികൾക്ക് മനോബലം കുറവാണ്, താപ്പാനകൾക്ക് നല്ല ബലമുണ്ട് മനസ്സിന്. പിന്നെ ഓപ്റ്റിമിസം, ശുഭപ്രതീക്ഷ. എന്തെങ്കിലും ഒരു കാര്യം അപകടമൊക്കെ വന്നാൽ അത് വലിയതാകുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇല്ല, അതിൽ നിന്നെല്ലാം ദൈവം എന്നെ രക്ഷിക്കും, ദൈവം കൈവിടത്തില്ല എന്നുള്ള ഓപ്റ്റിമിസം ഉള്ളവരും ഉണ്ട്. അവർക്ക് അപ്പൊ സ്ട്രെസ് കുറഞ്ഞിരിക്കും, ഓപ്റ്റിമിസം ഉള്ളവർക്ക്. പിന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അഥവാ സംസ്കാരപരമായ പശ്ചാത്തലം, നമ്മൾ വളർന്ന സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള സമീപനം. ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നോ അതിനനുസരിച്ചിരിക്കും നമുക്ക് സ്ട്രെസ്സിനോടുള്ള സമീപനം. പിന്നെ ജെൻഡറും അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ സ്ട്രെസ് അനുഭവപ്പെടുന്നതിൽ
വ്യത്യസ്തതയുണ്ട്. സ്ത്രീകള് ഒരുപാട് കരയുകയൊക്കെ ചെയ്യും. പുരുഷന്മാരങ്ങനെ കരയുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ വ്യക്തിഗത വ്യത്യാസങ്ങളും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഇതിനൊരു സ്ട്രെസ്സിനോടുള്ള പ്രതികരണത്തിന്റെ ഒരു മൾട്ടി സ്റ്റേജ് മോഡലുണ്ട്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? വ്യക്തിഗത വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ചിലർ ഒരുപാട് സമയം ആ സ്ട്രെസ് അനുഭവിക്കും, ചിലര് പെട്ടെന്ന് അവർക്കതങ്ങ് മാറും. പിന്നെ അതിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? ഹാർഡിനെസ്, ഓപ്റ്റിമിസം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ജെൻഡർ, ഇതൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ പ്രതികരണത്തിന്റെ ഒരു മൾട്ടി സ്റ്റേജ് മോഡലുണ്ട്. അതിനെ ഗ്യാസ് എന്ന് നമുക്ക് ചുരുക്കപ്പേര് പറയാം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അത് കനേഡിയൻ ഫിസിയോളജിസ്റ്റായ ഹാൻസെലി സ്ട്രെസ് ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന പ്രതികരണം 3 ഘട്ടങ്ങളായിട്ട് വ്യാഖ്യാനിച്ചു. സാർ അത് ഇട്ടിട്ടുണ്ട്. ഹാൻസെലിന്റെ ചിത്രവുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തത് അലാം സ്റ്റേജ്. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, അത് ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കൽ ആവാം, അതിനോടുള്ള നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ്, അതാണ് അലാം സ്റ്റേജിൽ നടക്കുന്നത്. ശരീരം സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് കടക്കുന്നു. രണ്ടാമത്തത് റെസിസ്റ്റൻസ് സ്റ്റേജ്. നമുക്ക് തലവേദന, ഉറക്കമില്ലായ്മ, ക്ഷീണം എന്നിങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ശരീരം സമ്മർദ്ദത്തിനെതിരായും അതിനെ തരണം ചെയ്യാനുമായി പൊരുതുന്നു. നമ്മൾ സാധാരണ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും, പക്ഷെ അങ്ങനെ നിലനിർത്താനുള്ള ശരീരത്തിന്റെ ശ്രമമാണ് നടക്കുന്നത്. ഈ ഘട്ടം നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ശരീരം തളരാൻ തുടങ്ങും. ഓവർ ടൈം ജോലി ചെയ്യുന്നവര് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സാധാരണ പോലെ തുടരും, പക്ഷെ പിന്നീട് അവർക്ക് തലവേദന, ഉറക്കമില്ലായ്മ, ക്ഷീണം, അത്തരത്തിൽ ജോലി ചെയ്യാൻ പറ്റാതെ വരും. മാനസിക ബുദ്ധിമുട്ടുകൾ വരും, അവ്യക്തമായ ചിന്തകളും മറവിയും ഒക്കെ വരും. പിന്നെ മൂന്നാമത്തത് എക്സോഷൻ സ്റ്റേജ്. ഈ റെസിസ്റ്റൻസ് സ്റ്റേജ് ഏറെക്കാലം നീണ്ടാൽ തളർച്ച അല്ലെങ്കിൽ എക്സോഷൻ സ്റ്റേജിലെത്തും. ശരീരവും മനസ്സും തളരുന്നു, ചിന്തകളിൽ വ്യക്തതക്കുറവ്, മറവി, ഒറ്റപ്പെടൽ ഒക്കെ അനുഭവപ്പെടാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാവോ? എനിക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ. ഡിസ്കഷന് വരുമ്പം പറയുമായിരിക്കും അല്ലേ സാറേ? പറയാം തീർച്ചയായും. ഇനി സമ്മർദ്ദ പ്രതികരണങ്ങള്. ഫിസിക്കൽ സ്ട്രെസ് റെസ്പോൺസ്, കോഗ്നിറ്റീവ് സ്ട്രെസ് റെസ്പോൺസ്, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഓർക്കാൻ ഒക്കെ ബുദ്ധിമുട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട്, അവ്യക്തമായ ചിന്തകൾ, ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും ഒരു ഭാരമായി തോന്നും, നൈരാശ്യം, സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. പിന്നെ പെരുമാറ്റത്തിൽ വ്യതിയാനം, മറവി, ചെറിയ കാര്യങ്ങളിൽ ദേഷ്യം, കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സോഷ്യൽ സിറ്റുവേഷൻസിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കും. പിന്നെ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, ഉറക്കമില്ലായ്മ, ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഫലമായിട്ടുണ്ടാകും. ഇതൊക്കെയാണ് സ്ട്രെസ്സിന്റെ സ്വഭാവങ്ങൾ. ഇനി ഇതിനെ നേരിടാനുള്ള വഴികൾ കൂടെ നമുക്ക് നോക്കാം. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, സ്ട്രെസ്സിനെ നേരിടുന്നത്.
സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കണ്ടെത്താനുള്ള വഴികളെയാണ് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും പ്രശ്നത്തെ നേരിട്ട് പരിഹരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അതിനെ മനസ്സിൽ സഹിക്കാൻ പഠിക്കാനായിരിക്കാം. നേരിട്ടുള്ള പരിഹാരങ്ങൾ പ്രശ്നം നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് പരീക്ഷാ ഭയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുക, വേറെ കമ്പൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഒന്നുകൂടെ പഠിക്കുന്ന ട്യൂഷൻ ഒക്കെ എടുത്ത് നന്നായിട്ട് പഠിക്കുക. അത് ഒരു നേരിട്ടുള്ള പരിഹാരമാണ്. പിന്നെ കൺഫ്രണ്ടേഷൻ, പ്രശ്നത്തെ നേരിടുക, വികാരങ്ങളെ നിയന്ത്രിച്ച് സംസാരിച്ച് വിഷയങ്ങൾ പരിഹരിക്കുക. കുടുംബ വഴക്കുകള്, പാർട്ടീഷൻ നടക്കുമ്പോഴൊക്കെയുള്ള വഴക്കുകള് സംസാരിച്ചൊരു മീഡിയേറ്ററേയും കൂടെ ഒക്കെ വെച്ച് സംസാരിച്ച് പരിഹരിക്കുക. അല്ലാതെ ബന്ധങ്ങളങ്ങ് വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് അത് പോകരുത്. ഇനി അടുത്തത് കോംപ്രമൈസ്. യഥാർത്ഥത്തിൽ ലഭ്യമായ ഏറ്റവും നല്ല പരിഹാരം സ്വീകരിക്കുക. ബെറ്റർ ഈവിള് സ്വീകരിക്കുക. രണ്ടും ഈവിളാണെങ്കിൽ ബെറ്റർ ഈവിള് സ്വീകരിക്കുക. ചെറിയ നഷ്ടങ്ങൾ സഹിച്ച് വലിയ ലാഭം കാണാനാകും. പിന്നെ ഡിഫെൻസീവ് കോപ്പിംഗ്. നെഗറ്റീവ് ഫീലിങ്ങുകൾ നിയന്ത്രിക്കുക. പോസിറ്റീവായി ജീവിതത്തെ കാണാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം നിലനിർത്തുക. കുടുംബ സ്നേഹ ബന്ധങ്ങൾ ശക്തമാക്കുക. ഭാവിയിൽ എന്തെങ്കിലും അത്യാഹിതം വന്നാൽ അതിനെ നേരിടാൻ മാനസികമായി തയ്യാറാകുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. സമ്മർദ്ദം നിയന്ത്രിക്കുന്ന രീതികൾ നമുക്ക് നോക്കാം. ഇനി സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. റീഅപ്രൈസൽ. സംഭവങ്ങളെക്കുറിച്ച് ദൃശ്യമാകുന്ന ഭീഷണിയില്ലാതെ പുതിയ അർത്ഥങ്ങൾ കാണുക. ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് നമ്മൾ പോയി ഒരു സാഹസവും കാണിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. അത് ചെറിയ ജോലിയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ദുരഭിമാനമൊന്നും വിചാരിക്കാതെ ആ ചെറിയ ജോലിക്ക് പോവുക. പിന്നെ സോഷ്യൽ കമ്പാരിസൺ. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിച്ചവരുമായി താരതമ്യം ചെയ്യുക. നമ്മളെക്കാൾ കൂടുതൽ അമേരിക്കയിലൊക്കെ ഒരുപാട് പേർക്ക് ജോലി ഇപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരടുത്ത ജോലിക്ക് ശ്രമിക്കുക. അതാണ് അവിടെ ചെയ്യുന്നത്. ഇനി സോഷ്യൽ അത് ഞാൻ പറഞ്ഞായിരുന്നു. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിച്ചവരുമായി താരതമ്യം ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ വിജയകഥകൾ കേൾക്കുക. നമുക്ക് വായിക്കുകയും ചെയ്യാം. നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ച ആ വിജയകഥകൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അമിത സമ്മർദ്ദം ഏറിയ കാര്യങ്ങളിൽ നിന്ന് അകലെ നിൽക്കുക. ഇപ്പൊ പത്രം എടുത്താൽ തന്നെ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മുടെ ആന്റണി സാറ് പറയുകയുണ്ടായി, അതൊക്കെ വായിച്ചാൽ നമ്മുടെ സമ്മർദ്ദം കൂടും. അപ്പൊ അതിൽ നിന്ന് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അത് വായിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. അവോയ്ഡൻസ്, അതാണ് ഈ സമ്മർദ്ദമേറിയ കാര്യങ്ങളിൽ നിന്ന് അകലെ നിൽക്കുക. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ. ചിരിയിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം. നമ്മുടെ ചെമ്മനം ചാക്കോയുടെ കവിതകള്, പണ്ടൊക്കെ വേളൂർ കൃഷ്ണൻകുട്ടി എന്നൊരാള് കോട്ടയത്തുള്ള എഴുതുന്ന കഥയല്ല, ആ കഥാപാത്രങ്ങളെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തെങ്ങണ രാഘവൻ, അങ്ങനെയൊക്കെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള പോലത്തെ കഥാപാത്രങ്ങൾ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സമ്മർദ്ദമൊക്കെ കുറയും. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഹെൻറി, പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അക്കൽബറി ഫിൻ, ടോം സോയർ, അതൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എല്ലാ ടെൻഷനും മാറും. പിന്നെ ധ്യാനം, പിന്നെ മ്യൂസിക് തെറാപ്പി, അത് നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഉണ്ടല്ലോ. അതും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതാണ്. പിന്നെ സമയമെടുത്ത് വിശ്രമിക്കുക. നല്ല ഉറക്കം, 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങുക.
പിന്നെ എക്സർസൈസ്, നടക്കല്. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും ഈസിയായ മാർഗം നടക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്ട്രെസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് തെറാപ്പി, നന്നായി ചിന്തിക്കാൻ പരിശീലനം നേടുക. പിന്നെ എന്നിട്ടും നമുക്ക് വിഷമമൊന്നും മാറുന്നില്ലെങ്കിൽ ഹെൽത്ത് കൺസൾട്ടൻസി, വിദഗ്ധരുടെ സഹായം തേടാം. ഇതൊന്നും അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ടാകും. പാചകം ചെയ്യുന്നത് ചിലരുടെ കോപ്പിംഗ് മെക്കാനിസമാണ്. യാത്രകള്, മക്കളോടും പേരക്കുട്ടികളോടും കൂട്ടുകാരോടും ഒക്കെ ഒത്ത് സമയം ചെലവിടുന്നത്. പിന്നെ എൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം പാത്രം കഴുകുന്നതും തറ ഉടയ്ക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ എനിക്ക് സ്ട്രെസ് കുറയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതൊക്കെ എല്ലാവരും പറയണം. അപ്പൊ സമ്മർദ്ദം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ നമുക്ക് ഒഴിവാക്കാനാവില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കാനും അതിനോട് പോരാടാനും പല മാർഗങ്ങളുണ്ട്. സമ്മർദ്ദം നിയന്ത്രിക്കുമ്പോൾ ആരോഗ്യവും ബന്ധങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കപ്പെടും. ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ. ഇതെനിക്കിങ്ങനെ പറയണമെന്ന് തോന്നാൻ കാര്യം, എൻ്റെ ഒരു ബന്ധുവും ഫ്രണ്ടും അറ്റ് ദി ഏജ് ഓഫ് 75 ജീവിതം വേണ്ടെന്ന് വെച്ചു. അതെനിക്കൊരു ഷോക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്താ കാര്യമെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കഥ മാത്രമേ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. എന്നെ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു സെഷനായിരുന്നു. സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിനെ എങ്ങനെ കോപ്പ് ചെയ്യാമെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഫെയിലായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് നാം പറഞ്ഞത്. അതിനകത്ത് പ്രധാനമായിട്ടും അതിൻ്റെ പ്രതികരണങ്ങൾ, 2 തരത്തിലുള്ള റെസ്പോൺസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് കോഗ്നിറ്റീവ് റെസ്പോൺസ്, അനദർ ഈസ് ബിഹേവിയർ സയൻസ്. അപ്പോൾ ഈ 2 തരത്തിലൂടെ സ്ട്രെസ് നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതിൽ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ബൗദ്ധികമായ പ്രതികരണത്തിൻ്റെ തലത്തിൽ നമുക്കറിയാം, ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി കവിഞ്ഞു പോയി കഴിയുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പോകാറുണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ്ങിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ചസിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ പരിധിയിൽ നിർത്താനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് സ്ട്രെസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് കോപ്പിംഗ് മെക്കാനിസത്തിൻ്റെ മെത്തേഡുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് കോപ്പിംഗ് ആണ്, നേരിട്ട് തന്നെ പ്രശ്നത്തെ ചെയ്ത് മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും ആ പ്രശ്നത്തെ സൊല്യൂഷനിലേക്ക് എത്തിക്കുന്ന രീതിയിൽ. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത് കോൺഫ്രണ്ടേഷൻ ആണ്, കൃത്യമായിട്ട് നേരിടുക. നമ്മുടെ പ്രശ്നത്തെ നമ്മൾ തന്നെ നേരിട്ട് അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയി മാറുമെന്നാണ് പറയുന്നത്. സ്ട്രെസ്സ് സാധാരണമാണ്. സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ കോൺഫ്രണ്ട് ചെയ്യണം, കൃത്യമായിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കോംപ്രമൈസ് ഒരു മെത്തേഡ് പറഞ്ഞു. പിന്നെ ഡിഫൻസ് കോപ്പിംഗ് മെക്കാനിസത്തിന് പല മെത്തേഡുകൾ പറഞ്ഞു. പല രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാം. ഒന്ന്, നെഗറ്റീവ് ഫീലിങ്ങിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക, പോസിറ്റീവായി ജീവിതത്തെ കാണുക, നല്ലൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം നിലനിർത്തുക. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് കുടുംബ ബന്ധങ്ങളെ അതിൻ്റെതായ രീതിയിൽ കാണുക. നമുക്കറിയാം, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രശ്നങ്ങൾ എങ്ങനെ മാനേജ് ചെയ്ത് പോകാം. ഇറ്റ്സ് എ മാനേജിങ് ടെക്നിക്. ശരിക്കും ഇത് മാനേജ്മെൻറ്റ് തന്നെയാണത്. ഇപ്പം അതിൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് രീതികൾ വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. ഒന്ന് റീഅപ്രൈസലാണ്, സാഹചര്യങ്ങളെ കൂടുതൽ ദൃശ്യവൽക്കരിച്ച് കാണുക, സ്വല്പം വൈഡായിട്ട് കൂടുതൽ എക്സ്പ്രസീവായിട്ട് തന്നെ കാണാൻ പഠിക്കുക. പിന്നെ ഒരു സോഷ്യൽ കമ്പാരിസൺ. ഒരു പക്ഷേ നമ്മൾ ഈ സ്കൂൾ കുട്ടികളും ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ
ഏറ്റവും കൂടുതൽ നമ്മൾ അവർക്ക് സൊല്യൂഷനായിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡ്, നിങ്ങളുടെ സുഹൃത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് പറയുന്ന ഒരു പരിഹാരം. അപ്പം ഈ പരിഹാരം തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്ന പരിഹാരം. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കാര്യം പറയുന്നതിനേക്കാൾ എളുപ്പമാണ് മറ്റൊരാളുടെ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു കപ്പാസിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും സോഷ്യൽ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ട്. പിന്നെ അവോയ്ഡൻസ്, സാഹചര്യങ്ങൾ സ്ട്രെസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവോയ്ഡ് ചെയ്യുക, അതൊരു നല്ല മാർഗമായിട്ട് തന്നെ കാണാം. പിന്നെ പറഞ്ഞു ഹ്യൂമർ എന്ന് പറയുന്ന നമ്മുടെ ആ ബിഹേവിയറും അതുപോലെ തന്നെ മെൻ്റൽ സ്ഥലമൊക്കെ മാറുന്ന ഒരു മറ്റൊരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറാം. ഒരു ചിരിയുടെ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെയൊക്കെ ഇതിലേക്ക് പോയി. തീർച്ചയായിട്ടും റിലാക്സേഷൻ, മ്യൂസിക്കൽ തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അത് വളരെ ഗുണകരമാണ്. പിന്നെ ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ, എക്സസൈസ്, അതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ്. പലപ്പോഴും നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ആ കട്ടിലാണ് കിടക്കുന്നതെങ്കിൽ പോലെ വളഞ്ഞങ്ങ് കിടക്കും. പിന്നെ ഒരു ശ്വാസം ശരിക്കും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ബോഡിക്ക് ഇല്ലാത്ത വിധത്തിൽ അതങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റ് കൂടുക ചെയ്യും. അപ്പോൾ അതിന് പകരം ബോഡി മൂവ് ചെയ്യുക, പുറത്തിറങ്ങുക, നടക്കുക, ഓടുക, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഒരു ആക്ടിവിറ്റീസിലേക്ക് പോവുക, അതൊക്കെ നല്ലൊരു മാർഗ്ഗമാണ്. വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി തന്നെയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. ചിന്തകളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്, അത് തെറാപ്യൂട്ടിക്കൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പലപ്പോഴും ഇങ്ങനെ പറയും, നമ്മൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് എപ്പോഴും നമ്മൾ ഫില്ലായിപ്പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു തെറാപ്പി പ്രോസസ്സിങ് നടത്താം. ABC തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് പല പല തെറാപ്പികളുണ്ട്. നമ്മുടെ തോട്ടുകളെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക, അതിനെ മറ്റൊരു തേർഡ് പേഴ്സൻ്റെ ആംഗിളിൽ കാണാൻ ശ്രമിക്കുക, പുറത്തിറങ്ങി കാണുക എന്നൊക്കെ പറയുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് കൺസൾട്ടൻസിയുടെ എക്സാമ്പിൾ പറഞ്ഞു. സോ ഏറ്റവും ശ്രദ്ധയോടെ ഏതൊരു മനുഷ്യനെയും പ്രശ്നത്തിലാക്കാൻ കഴിവുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് സ്ട്രെസ്സ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യണം. മാം ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് ചുറ്റും അനേകം എക്സാമ്പിളാണ്. എല്ലാ ദിവസവും പത്രത്തിൽ കൂടെ കാണുന്നതും ഈ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു തിരിച്ചറിവാണ്, ഒരു അവയർനെസ്സാണ് മാമിലൂടെ കിട്ടിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടായ സ്ട്രെസ്സിനെ കോപ്പി ചെയ്യുന്ന മെക്കാനിസംസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. സോ സ്നേഹത മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. നമുക്ക് റോയ് സാറിൽ നിന്ന് തുടങ്ങാം. റോയ് സാർ ഫ്രീ ആണ്? റോയ് സാർ, അനിൽകുമാർ സാറ്? റോയ് സാർ. സ്ട്രെസ് അനുഭവപ്പെടാത്തവരാരും തന്നെ ഇല്ല. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുന്നതിന് ഉതകുന്ന ഒരു ക്ലാസ് ആയിരുന്നു സ്നേഹലത മാഡത്തിൻ്റെ. പോയിന്റ്സുകൾ മാത്രമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം സ്ട്രെസ്സിനെ കുറിച്ചും മറ്റൊക്കെ വലിയ രീതിയിൽ വലിയ എക്സ്പ്ലനേഷനൊക്കെ നടത്തി പോകുന്നേക്കാളും അതിലുമൊക്കെ വളരെ സിമ്പിളായിട്ട് മാഡം പറഞ്ഞു തന്നു. ആ 8 കാര്യങ്ങൾ, സ്ട്രെസ് എന്താണെന്നൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന വെച്ചു, സ്ട്രെസ്സിൻ്റെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ആ മാഡം പറഞ്ഞ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ 8 കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ വളരെ പ്രാക്ടിക്കലാണ്. പക്ഷേ സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരാൾക്ക് ഇത് വായിച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇത് നമ്മളിതെല്ലാം മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. മാഡം പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഇതുണ്ടല്ലോ, ഹെൽത്ത് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ്സിലിരിക്കുന്ന ഒരാൾക്ക് ഈ വിവരങ്ങൾ തുറന്ന് മറ്റൊരാളോട് പറയാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം ഉണ്ടാകും. സെൽഫ് കൺസൾട്ടൻസി അതാണ് ഏറ്റവും ഇപ്പോൾ പ്രായോഗികമായി വളരെ സ്ട്രെസ്സിൽ നിൽക്കുന്നവർക്ക് പറ്റുന്ന ഒരു കാര്യം. അത് തുറന്ന് പറയുമ്പോൾ തന്നെ ഒരു ആശ്വാസമാകും. മറ്റേ നമ്മളിങ്ങനെ ആ സ്ട്രെസ്സിൽ വിങ്ങിയിരിക്കുന്ന ഒരു കൺസൾട്ടൻസി ഈ സ്ട്രെസ് ഫോം ചെയ്യുമ്പോൾ ആർക്കും അത് റിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെ സാധാരണ ഈ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ പരീക്ഷാ പേടിയും പരീക്ഷ വരുമ്പോഴുള്ള സ്ട്രെസ്സുകളുണ്ട്. പക്ഷേ അത് പരീക്ഷയിൽ തോറ്റു പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് വരുന്നതാണ് അതെങ്കിലും. പക്ഷേ ചില കുട്ടികൾക്കത് വഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നു. അപ്പോൾ അവർക്ക് ശരിയായ രീതിയിലൊന്ന് ചിന്തിച്ചാൽ അതിനെ
അതായത് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള ഒരു പരിശീലനം കൊടുത്താൽ തന്നെ അതിന് വ്യത്യാസം വരും. എന്താണ് എക്സാമിനേഷൻ? നമ്മൾ ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ടെസ്റ്റ് എഴുതി തീർക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ അതിനകത്ത് കുറേ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അത് നമുക്കറിയാവുന്നതാണ് എങ്കിൽ എഴുതാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അതിനുള്ള മാർഗം എല്ലാം ശരിയായിട്ട് പഠിക്കുകയാണ് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിന് വ്യത്യാസം വരും. അഥവാ ഇപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ സാരമില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കുറേയൊക്കെ നല്ലത് സെലക്റ്റീവായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് പിന്നീട് എഴുതാം. അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ഒരു പരിശീലനം കൊടുത്താൽ വളരെ എഫക്റ്റീവാണ്. കാരണം അതിനാരും പരീക്ഷയുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തോറ്റുപോയാലുള്ള കാര്യങ്ങളും മറ്റതും എല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് വരുമ്പോൾ ഉള്ള പ്രതികരണങ്ങൾ, അതായത് ചിലരിങ്ങനെ അങ്ങ് നിന്നു പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാണ്ട് നിന്നു പോകുന്ന ഒരു സ്റ്റേജിൽ അതൊക്കെ വളരെ ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് വന്നെടുത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞുള്ള ഒരു ഇത് അങ്ങനെയുള്ള എല്ലാവർക്കും ഒന്നും പറ്റിയല്ല, കുറേ പേർക്ക് അത് പറ്റും. അത് മാഡം അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയുള്ള കാര്യങ്ങൾ, റെസിസ്റ്റൻസ്, പിന്നെ എക്സോഷൻ ഒക്കെ. ഏതായാലും ഈ കോഗ്നിറ്റീവ് ഫിസിക്കലായിട്ട് ഉള്ള കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്ട്രെസ് വരുന്ന ആൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സിൻ്റെ സമയത്ത് വരാൻ പോകുന്ന ഒരു ഭാഗം നെഗറ്റീവായി കാണുന്നവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകളൊക്കെ ഭയങ്കരമാണ്. പക്ഷെ അത് പോസിറ്റീവായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിയാൽ അത് മാറും. ഇപ്പോൾ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആളെ ഇവിടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്, അവരുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ സ്ട്രെസ്. അപ്പോൾ അത് ഈ നെഗറ്റീവ് ചിന്താഗതി വന്നു കഴിഞ്ഞാൽ വളരെ കൂടുതലായി പോകും. അയ്യോ ഇയാൾ രക്ഷപ്പെടാണ്ട് പോകുമല്ലോ, പോയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. അതൊന്നുമല്ല, രക്ഷപ്പെടും, കുഴപ്പമൊന്നുമില്ല, അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെ അത് വ്യത്യാസം വരാം. പക്ഷേ തന്നെ ഇത് ഉണ്ടാവുകയല്ല, ആരെങ്കിലും ഒരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഏതായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും എൻഗേജ് ചെയ്യുവാണെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും. പിന്നെ അന്നേരത്ത് പറഞ്ഞിട്ട് കാണട്ടെ, അതിങ്ങനെയൊക്കെ അന്നേരം കാണാം എന്നുള്ള രീതിയിലുള്ള സമീപനങ്ങളും എല്ലാം മാഡം വളരെ ഭംഗിയായി ഈ ചെറിയ ഒരു സമയത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ മാഡം, താങ്ക് യു. ഇത്രയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. വളരെ നന്നായിട്ട്. താങ്ക് യു സാർ. 8 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, 8 മണിക്കൊരു യോഗമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളാം. അതായത് സബ സാർ, അതുപോലെ സ്നേഹലത മാം, കാരണം മനുഷ്യനായി പിറന്നാൽ ഈ സംഭവം എല്ലാവരിലും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് പറയാനുള്ളത്. അത് കുഞ്ഞുനാളിലാണെങ്കിലും അല്ലെങ്കിലും ഇത് അനുഭവിച്ചവര് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് 100%. അത് കാരണങ്ങൾ പലതാവാം. ഒരു ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അടർത്തിയെടുക്കുന്ന പോലെയാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും ടീച്ചേഴ്സ്. അമ്മ പോട്ടെ, വാ മോനെ ഇരിക്കുന്ന പറയുമ്പോ ആ കുട്ടി അലറി വിളിക്കുന്നുണ്ടാവും. പക്ഷെ ക്രമേണ അത് ശരിയായിട്ട് വരും. പിന്നെ അമ്മ വേണ്ട, ടീച്ചർ മതി. അപ്പൊ ആദ്യം ആ കുട്ടിയെ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ പലതരത്തിലും ഇപ്പൊ റോയ് സാറ് പറഞ്ഞ പോലെ പരീക്ഷ പേടി, പിന്നെ ഇന്റർവ്യൂവിനെ പേടി, ഇങ്ങനെ എല്ലാം ഉണ്ട്. പരീക്ഷ പാസ്സായി നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ അതിനും കൂടി ഇന്റർവ്യൂല് ചോദിക്കുന്നതിന് മുമ്പേ ടപ്പ ആൻസർ പറഞ്ഞു. അതായത് ആരും ഔട്ട് പേസ് ഇന്റർവ്യൂ എന്നുള്ള ക്ലാസ് ആ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പം ചോദിക്കുന്നതിന് മുമ്പിൽ തെറ്റിയിട്ട് ഒന്ന് നാവെല്ലാം ഇങ്ങനെ പുറത്തിട്ടിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യം ഇന്റർവ്യൂവിന് വന്ന കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേശപ്പുറത്തുള്ള പേപ്പർ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ മോനെ കാണിക്കുന്നത്? അല്ല സാർ, ടെൻഷനാ. ഞാൻ പറഞ്ഞ ആ പേപ്പർ വെയിറ്റ് എവിടെ വെക്ക്, ടെൻഷനെല്ലാം മാറിക്കോളും. അപ്പം
അതുപോലെ പല പല പലതരത്തിലാണ്. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഉണ്ട്. കാരണം അവര് ആദ്യമായിട്ട് ഋതുമതിയായിട്ടാകുമ്പം പിന്നെ സ്കൂളിൽ പോകുമ്പോ ടെൻഷനായി, ഇതെന്താ സംഭവം, എപ്പോഴാ എങ്ങനെയാന്നുള്ളതിലുള്ള ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന കുട്ടി എനിക്ക് സൈക്കിൾ ഇനി ചവിട്ടാവോ എന്ന് ചോദിച്ച കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിലും വലുതാണ് സ്ട്രെസ് ഒരു ഗർഭിണീനെ സംബന്ധിച്ചിടത്തോളം. ഇതാരും ആദ്യമൊന്നും പറഞ്ഞു കൊടുക്കൂല, ഇതിനിങ്ങനെ പെയിൻ ഉണ്ടെന്നും ഇത് സഹിച്ചേ പറ്റുന്നൊന്നും പറഞ്ഞു കൊടുക്കൂല. അവസാനം അവിടെ എത്തിയിട്ടാകുമ്പോഴാണ് സംഭവം ഇങ്ങനെ ആകുമ്പോൾ നാലാറ് വിളിച്ചിട്ട് ആൾക്കാരെല്ലാം കൂടി ഹോസ്പിറ്റലിന്റെ അടുത്ത ആൾക്കാരെല്ലാം കൂടുന്ന സംഭവം ഉണ്ടാകും. അപ്പൊ എല്ലാ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സ്ട്രെസ് എന്ന് പറയുന്ന കൈകാര്യം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അതിനിപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു സാബു സാർ പറഞ്ഞ പോലെ എക്സസൈസ് ശരിക്കും യോഗ കൃത്യമായിട്ട് ഡെയിലി ചെയ്യുന്നവരെ യോഗ പ്രാണായാമം ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത്. തീർത്തും അവർക്ക് കുറച്ച് വലുതായിട്ട് പിന്നെ എവിടെ പോയാലും അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല, ആരുടെ മറുപടി പറയേണ്ടത് മറുപടി പറയാൻ പറ്റും, ഒരു പേടിയും ഉണ്ടാവില്ല അവർക്ക്. പിന്നെ മിതത്വം പാലിക്കും എല്ലാറ്റിലും, അങ്ങനെല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും മാഡത്തിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ പലപ്പോഴും സാബു സാറിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ് സാബു സാർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് സ്കൂളുകളിൽ എത്തിക്കണം സാർ. എന്തായാലും സാർ എത്തിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള ക്ലാസ് കൊടുക്കണം സാറേ. കാരണം പലതരത്തിലുള്ള പരീക്ഷാ ഭയത്തിന് റാഗിങ്ങിനെ അവരെ പേടിച്ചിട്ട് സ്കൂളിൽ പോവാത്ത കുട്ടികളുണ്ട്. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു. ശരി, എനിക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ വിട പറയുന്നു. താങ്ക് യു. രമാവതി പറഞ്ഞ പോലെ ഒരു അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞൊരു പവർ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ശരിയും തെറ്റും യെസ് ഓർ നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഇന്നത്തെ കാലത്ത് അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ തലമുറയിൽ നമുക്ക് ശരിയല്ലാത്തത് ശരിയല്ലെന്നും ശരിയാകേണ്ടത് ശരിയാണെന്നും പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി റീബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ സ്ട്രെസ്സിലുണ്ടാകും. എനിവേ താങ്ക് യു. അനിൽകുമാർ സാർ ഉണ്ടോ? ശുദ്ധോധൻ ഡോക്ടർ. നല്ല പവർ പോയിന്റ് ഒക്കെ നന്നായിരുന്നു. മാഡം കുറച്ചുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു പോയിരുന്നെങ്കിൽ രസകരമായെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സാബു സാർ സപ്ലിമെന്റ് ചെയ്തു. കാരണം വളരെ വളരെ വാലിഡ് പോയിന്റ്സ് ആണ് ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പ്രസന്റ് ചെയ്തത്. അപ്പൊ അതില് കാരണം ഓരോ ദിവസവും പുതിയ സ്ട്രെസ്സുകളിലേക്ക് ഉണർന്നെണീക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. അത് വിദ്യാർത്ഥി മുതൽ കർഷകൻ മുതൽ രാഷ്ട്രീയക്കാർ മുതൽ സിനിമാ താരങ്ങൾ മുഴുവൻ എല്ലാവരും അത് ഈ നേരിടാൻ പറ്റുന്ന അത് എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ മാഡം ഒന്നുകൂടെ വിശദീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാരണം ഇതിൽ ഞാൻ ഈ പരീക്ഷയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ചെറിയ തോതിലുള്ള സ്ട്രെസ് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പരീക്ഷയെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാവും, ഒരുങ്ങും. നമ്മൾ മോഡൽ പരീക്ഷകളെല്ലാം എഴുതി പരീക്ഷ എങ്ങനെയാണ് എന്നൊരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്ട്രെസ്സൊക്കെ അത്യാവശ്യമാണ്. സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും വിജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു മുന്നൊരുക്കം നടത്തണമെങ്കിൽ നമുക്കൊരു ഇത്തിരി സ്ട്രെസ് വേണം. പെണ്ണ് കാണാനായിട്ട് ചെറുക്കം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കക്ഷം കീറിയ നൈറ്റിയായിട്ട് പെണ്ണിറങ്ങി ചെല്ലാൻ പാടുമോ? ഒരിക്കലും പാടില്ല. ഒരു ആള് കാണാൻ വരുന്നു, അപ്പോൾ അതിനൊരു സ്ട്രെസ് ഉള്ളിൽ വരികയും അതിനനുയോജ്യമായിട്ട് ഒരുങ്ങാനും പലഹാരം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിലൊരു സ്ട്രെസ് അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ തകർന്നു പോകുന്ന ചില സ്ട്രെസ്സുകളും വരാം. ഇപ്പൊ ഡോക്ടർ ഹാരിസ് TV-യിൽ വന്ന് കരഞ്ഞു. മിടുക്കനായ യൂറോളജിസ്റ്റ്. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. പാവം മൃഗാശുപത്രിയിലെ അല്ലെങ്കിൽ മനുഷ്യന്റെ ആശുപത്രിയിലേക്ക് അറ്റൻഡർ വരെ കാർ ഓടിച്ച് വരുന്ന കാലത്ത് അയാൾ ഒരു ബൈക്ക് ഓടിച്ചിട്ടാണ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ വരുന്നത്. HOD ആണ്, സെക്ഷൻ ഹെഡാണ്. ഒരു ബൈക്ക് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ടെലിവിഷന്റെ മുന്നിൽ വന്ന് കരഞ്ഞു പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്ട്രെസ് മനുഷ്യനെ ഏത് ലെവലിലേക്കൊക്കെ കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് ഈ സ്ട്രെസ് ഒഴിവാക്കാനാണ് ഒരുപാട് പേരും അതിൽ നേരത്തെ പറഞ്ഞാൽ ഓടി മാറേണ്ട സ്ട്രെസ്സുകളുണ്ട്.
ഓടി മാറേണ്ട സ്ട്രെസ്സുകൾ. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോടൊക്കെ നമ്മൾ ഈ സാമധാനം ഭേദത ഒന്നും പ്രയോഗിക്കരുത്. അത് ഈ കൊത്താൻ വരുന്ന പാമ്പ് പോലെ നമ്മളങ്ങ് ഒഴിഞ്ഞു മാറിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തൽക്കാലം തോറ്റു എന്നൊക്കെ തോന്നിയാലും പക്ഷെ അതിന് നേരിട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിലകൻ അച്ഛനായിട്ടും മോഹൻലാൽ മകനായിട്ടും കിരീടം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പൊ അതില് ഈ അച്ഛൻ ഈ പൂവാലനെ മന്ത്രിപുത്രനോ MLA പുത്രനോ എന്തായിട്ടായിരുന്നു ഗണേഷ് കുമാർ, അത് പണ്ട് കണ്ട സിനിമയാണ്. അതില് അവിടെ ശല്യം ഉണ്ടാക്കുന്ന ആളിനെ ഓടിക്കാൻ ചെന്ന പോലീസുകാരനെ തല്ലുന്നത് കണ്ടുകൊണ്ട് മകൻ ഇടപെടുകയും അവിടെ നിന്ന് ആ ജീവിതം മുഴുവൻ സ്ട്രെസ്ഫുൾ ആകുകയും അത് മണ്ണിൽ വീണ പലഹാരം പോലെ നഷ്ടപ്പെടുക. SI സെലക്ഷൻ കിട്ടിയ ആളാണ് എഴുതിട്ട്. അപ്പോൾ അതിൽ ഈ അങ്ങനെയൊക്കെയുള്ള പിന്നെ തീരെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സ്ട്രെസ്സുകളെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അത് ഒരു ഇതില്ല പുതിയ സ്ട്രെസ്സിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഫിലിം സ്റ്റാർ വളരെ ഇഷ്ടമുള്ള ഒരു ഫിലിം സ്റ്റാർ, ഒരു വനിത ഇന്ന് TV-യിൽ വളരെ സ്ട്രെസ്ഡ് ആയി. കാരണം പണ്ട് അവർ മോഡൽ ചെയ്തതിനെയും അവരുടെ സിനിമയൊക്കെ പറ്റിയിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരാൾ കേസ് കൊടുക്കാൻ അങ്ങ് പുറപ്പെടുന്നു. അപ്പൊ അത് അന്നൊന്നും ഇല്ലാത്ത ഒരു ചൊറിച്ചില് ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ അത് തലപൊക്കി വരുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ഒക്കെ കിടന്ന് ഉറങ്ങുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഉറങ്ങാൻ കഴിയുക? കാരണം ഒരു രാജ്യത്തിന്റെ ഇഷ്യൂസ് മുഴുവൻ കേൾക്കുമ്പോൾ അതിനൊക്കെ പരിശീലനം അത് വളരെ വളരെ സാബു സാർ പറഞ്ഞ പോലെ ആ പരിശീലനം അതിൽ വളരെ വളരെ ഇതാണ്. അപ്പൊ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ അനുഭവിച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരണമെങ്കിൽ അയാൾ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും പിന്നെ MLA-യും പിന്നെ മന്ത്രിയൊക്കെ ആയാൽ ഏത് സിറ്റുവേഷനിലും സ്ട്രെസ്ഡ് ആവാതെ നേരിടാനുള്ള ഒരു കഴിവുണ്ടാവും. ഇപ്പൊ ക്രിക്കറ്റ് മത്സരത്തിന് ഇന്ത്യയും നമ്മുടെ ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് നമ്മളെല്ലാം ശ്വാസം പിടി നമ്മളായിരുന്നു സ്ട്രെസ്ഡ് ആയത്. അവര് കളിക്കാർക്ക് കോടികൾ പ്രതിഫലം കിട്ടുന്നതാണെങ്കിൽ നമ്മളാണ് സ്ട്രെസ്ഡ് ആയത്. ഇന്ത്യ അത് നേടുമോ അതോ സീരീസ് നഷ്ടപ്പെടുത്തുമോ എന്നൊക്കെ പറയും. നമ്മളെല്ലാം വീട്ടിലിരുന്ന് സ്ട്രെസ് അനുഭവിച്ചിരുന്ന രീതി. അപ്പോൾ ചില സ്ട്രെസ്സുകൾ ഒരു സുഖമാണ്. അത് പറയാം, ഒരു ഈ പ്രണയത്തിലകപ്പെട്ടൊക്കെ ഒരാളിന് ഈ ചില സ്ട്രെസ്സുകൾ ഭയങ്കര സുഖമായിട്ടും തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് അറിയാം ഈ കൗൺസിലറുടെ അടുത്തൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ സാർ അത് എപ്പോഴും നന്നായി എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ഈ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നവരെ പിന്നെ നമ്മൾ കാണുന്ന ടെലിവിഷൻ ചാനലിൽ അയൽക്കാരൻ പീഡിപ്പിച്ച പെൺകുട്ടി മറ്റേവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് മീഡിയ ആയിട്ട് അലക്കിയിട്ട് അവരുടെ സ്ട്രെസ് 10,000 ഇരട്ടി വർദ്ധിപ്പിക്കുകയും അവരെല്ലാവരും തുറിച്ചു നോക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ. കാരണം അതിഭയങ്കരമായിട്ടുള്ള പിടിക്കപ്പെടുന്നത് വരെ ഈ കറപ്ഷനെതിരാണ്, കൈക്കൂലിക്കെതിരാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. പിടിക്കപ്പെടുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്നറിയുന്നത്. ഒരു അതേപോലെ ഒരു സിറ്റുവേഷൻ. അപ്പൊ പക്ഷെ അത് ഈ മക്കൾക്ക് ചെറിയ തോതിലുള്ള സ്ട്രെസ്സുകൾ കൊടുത്ത്, മാഡം നേരത്തെ പറഞ്ഞു പാത്രം കഴുകുന്നത് മാഡത്തിന് വലിയ സ്ട്രെസ് ഫ്രീ ആണ്. ഒരു ദിവസം രാവിലെ സ്ട്രെസ് അനുഭവിക്കുന്ന മകളോട് പാത്രം കഴുകുമെന്ന് പറഞ്ഞാൽ പോരാ, ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ അതിനുള്ള പരിശീലനങ്ങൾ. അത് അല്ലെങ്കിൽ അമ്മായിയമ്മ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു പാത്രം കഴുകാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഞാനൊന്നും ഇത് ചെയ്തിരുന്നില്ല എന്ന് പറയുകയും 3-ാമത്തെ ദിവസം കുടുംബ കോടതിയിൽ മ്യൂച്വലായിട്ട് കല്യാണം വേർപെടുത്താൻ എഴുതി കൊടുക്കുകയും. അപ്പൊ ഈ സ്ട്രെസ് നേരിടാൻ പരിശീലനം കുടുംബങ്ങളിൽ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അറിയാം ഓരോ ദിവസവും പുതിയ പുതിയ സ്ട്രെസ്സുകളാണ്. അപ്പോൾ ഈ തകർന്നു പോകുന്നു കാണുമ്പോൾ എന്ത് ചെയ്യും? ജാതകക്കെട്ടുമായിട്ട് പാലക്കാടൊക്കെ ആണെങ്കിൽ ഉടനെ ജാതകം എടുത്ത് ജ്യോത്സ്യനെ കാണും. കാലദോഷമാണോ, സമയദോഷമാണോ, സർപ്പദോഷമാണോ, ഇതിന് പ്രതിവിധി ഉണ്ടോ എന്ന് പറയും. അപ്പോൾ ആ വിദ്വാൻ പറയും ഇതിന് പ്രതിവിധിയുണ്ട്, ശത്രു സംഹാര പൂജ നടത്തിയാൽ മതി. അതിർത്തി, വീട്ടിന്റെ അപ്പുറം ഇപ്പുറം കൂടെ അതിർത്തി കണ്ടില്ലേ? ഒരു ടീച്ചർ, റിട്ടയർഡ് ടീച്ചറെ അയൽക്കാരൻ മതിലിയാടി വന്നിട്ട് കോലുകൊണ്ട് അടിക്കുന്നു, അവര് വീഴുന്നു. ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ടീച്ചർ, അവർ അധ്യാപികയാണ് അവര് ഇത് ഒഴിവാക്കാൻ മകൻ ഇത് വീഡിയോയിൽ കണ്ടുകൊണ്ട് CCTV-യിൽ കണ്ടുകൊണ്ട് വന്ന് കേസെടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതിൽ വിദ്യാഭ്യാസവും വിവരത്തിന്റെ ഒന്നുമല്ല, സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള ചില കഴിവുകൾ. ഇപ്പം ഒരു വഴിത്തർക്കം, വഴിത്തർക്കത്തിന് മൂന്നാമതൊരാളിനെ ഏർപ്പെടുത്തി അത് പരിഹരിക്കല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോലെടുത്ത് അടിക്കാൻ നിന്നാലോ. അപ്പൊ ഇതിന് സ്ട്രെസ്സിന്
പരിശീലനം, പ്രത്യേകിച്ചും നേരത്തെ നമ്മുടെ മാഡം പറഞ്ഞതുപോലെ സ്കൂളുകളിലെ തുടങ്ങണം. ചെറിയ തോതിൽ വഴക്ക് പറയണം പിള്ളേരെ, ചെറിയ തോതിൽ പണി എടുപ്പിക്കണം, ചെറിയ തോതിൽ അവരെ ചീത്ത പറയണം. കാരണം മേലുദ്യോഗസ്ഥൻ സ്റ്റുപ്പിഡ് നാസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടിക്കരയുന്ന വനിതയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അത് കാരണം വീട്ടിൽ എന്നെ ഓമനിച്ച് വളർത്തി എന്നെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല, എന്നെ അച്ഛൻ അടിച്ചിട്ടേ ഇല്ല, സാറ് ചീത്ത പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ അത് ഒക്കെ സർവീസ് കാലത്ത് നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു പരിശീലനം വളരെ അത്യാവശ്യമാണ്. കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കിനി ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതിഭയങ്കരമായ സ്ട്രെസ്സിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ, അതിൽ ഈ പറഞ്ഞ പോലെ റിലാക്സേഷൻ ടെക്നിക്സും അതേപോലെ യോഗയും ഒക്കെ, അത് സോഷ്യൽ ലൈഫ് ഇല്ലാത്തവരാണ് ഒരുപാട് പേരും ഈ സ്ട്രെസ്സിലേക്ക് നീങ്ങിപ്പോകുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്നവരും ഒക്കെ. ഈ എഴുത്തുകാർ മുഴുവൻ എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് ഒരുപാട് പേരും. കാരണം അത് ഉള്ളിലിട്ട് ഉരുക്കി 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 ഒരു മെഴുകുതിരി ഉരുകുന്നത് പോലെ അത് കടലാസിലേക്ക് പ്രസവിച്ച് വെക്കുന്നത് വരെ അവരനുഭവിക്കുന്ന സ്ട്രെസ് മാറും. പിന്നെ ഈ സിനിമയുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പോൾ വളരെ നല്ല സിനിമ ഡയറക്ടറായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സ്ട്രെസ്സിലാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു പോയി, 1.5 കോടി രൂപ എടുത്തു കൊടുക്കുമ്പോൾ ഒരു ചെറിയ പരിശീലനം കൂടെ കൊടുക്കണേ എന്ന് പറഞ്ഞു പോയി. പക്ഷെ അതിനകത്ത് 2 വിഭാഗങ്ങളുടെ പേര് വന്നുപോയി. ഓഹോ, വെട്ടുകിളികൾ ചോടി വീണു. ഇത് അദ്ദേഹം സ്ട്രെസ്ഡ് അല്ല എന്ന് പറയാൻ പറ്റൂ? അദ്ദേഹം കൂളായിട്ട് ഇരുന്നിട്ട് ചിരിക്കുവോ? ഒരിക്കലും ഇല്ല. ചാനലുകളെല്ലാം അലറി വിളിച്ചിട്ട് ഓടുന്നു. ആര് കണ്ടത്? ഈ മനുഷ്യനെ എങ്ങനെ സ്ട്രെസ്ഡ് ആക്കാം എന്ന്. ന്യൂസ് അവതരണം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ന്യൂസ് വായിച്ചാൽ മതി, അതിന് പകരം നമ്മുടെ ഹൃദയതാളം ഇടിപ്പ് കൂട്ടുന്ന രീതിയിൽ പടപട മ്യൂസിക്കാണ് പുറകെ കിടന്ന് അലറുന്നത്. ഈ വാർത്തകൾ കേൾപ്പിക്കുന്നതിന് മുന്നേ തന്നെ അലറി വിളിച്ച് ഈ ന്യൂസ് റീഡർ നമ്മളോട് പറയുകയാണ്, അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ മറ്റേന്നൊക്കെ പറഞ്ഞു. ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ അടൂര് പറഞ്ഞു, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരല്ല ഫെസ്റ്റിവലിന് വന്ന് കയറുന്നത്. അത് ഈ തൊഴിലാളികളും ചാലയിലെ അവരും ഒക്കെ വിദേശ സിനിമയിലെ ഈ ASIനൊക്കെ കാണാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ചാനലിന്റെ ലേഖനം ഉടനെ ഓടി ചാലയിൽ പോയിട്ട് അവിടുത്തെ തൊഴിലാളികളെയൊക്കെ വിളിച്ച്, നിങ്ങൾ അറിഞ്ഞില്ലേ ഇതാ അടൂര് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സിനിമ കാണാൻ കയറുന്നത് കാണാനാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ ശരി അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പ്രതിഷേധിച്ചുകളെ ഇൻഖിലാബ് സിന്ദാബാദ് അടൂർ അറബിക്കടലിൽ എന്നും പറഞ്ഞ ഒരു മുദ്രാവാക്യം വിളിച്ച് റോഡിലും ഇറങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കാപ്പുറത്ത് ഈ അശനിവാദം എന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ട്രെസ്സിലേക്ക് നമ്മൾ വീണു. മനസ്സറിയാത്ത കാര്യത്തിനൊക്കെ കുറ്റപ്പെടുത്തപ്പെടും. അപ്പൊ അതിന് പരിഹാരം ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനം തന്നെയാണ്. പക്ഷെ ഒറ്റ കുട്ടിയെ സ്ട്രെസ് ചെയ്യിക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്യിക്കില്ല. അരക്കുട്ടി ഒരു കുട്ടിയും കാൽക്കുട്ടിയൊക്കെ ഉള്ള വീടുകളല്ലേ. അപ്പോൾ ഇതിൽ ഇല്ല. അപ്പോൾ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട്, പിന്നെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ് ജീവിത പങ്കാളിയുടെ. എനിക്കൊന്നും അറിയണ്ട, അദ്ദേഹം പോയി എന്തോ കാണിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്ന ഭാര്യമാരുള്ള ഒരാൾ അല്ലെങ്കിൽ ഭർത്താവുള്ള ഒരാൾ ഏറ്റവും നിർഭാഗ്യവാനാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ കുടുംബത്തിന്റെ സപ്പോർട്ടൂടെ ഇതിനകത്ത് മാഡം ഇതിൽ പറഞ്ഞത് ഈ റെസ്പോൺസിൽ ഈ കുടുംബ സ്നേഹബന്ധങ്ങൾ ശക്തമാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇച്ചിരി ജീവൻ ടോൺ കഴിക്കുന്ന പോലെ കുടുംബബന്ധം ഇന്നു മുതൽ ശക്തമാക്കാൻ പറ്റില്ല. അത് ഒരു പാഠമായിട്ട് അച്ഛനും അമ്മയും ശക്തമായ കുടുംബബന്ധം മക്കൾ കണ്ടുപഠിക്കും. എന്തായാലും നല്ലൊരു ടോപ്പിക്കായിരുന്നു. പക്ഷെ മാഡം ഇനി അടുത്ത പ്രാവശ്യം ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിങ്ങനെ ഈ ഭാഷ കൊണ്ടൊന്ന് പരത്തുകയും കൂടെ ചെയ്യണം കേട്ടോ. ഈ നമ്മൾ ഈ 10 പോയിന്റ്സ് എഴുതിയിട്ട്, ടീച്ചർ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയാം, ഈ 10 പോയിന്റ്സ് നമ്മൾ ഈ ഇതില്ലേ വാല്യുവേഷൻ ക്യാമ്പിൽ പോകുമ്പോഴത്തേക്ക് അതിൽ ഇത്ര പോയിന്റിന് ഇത്ര മാർക്ക് എന്ന് പറയുമ്പോൾ അതുണ്ടോ ടിക് 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 നമ്മൾ ഫുൾ മാർക്കും കൊടുത്തു. പക്ഷെ അത് വിശദീകരിച്ച് അത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് മാഡം എന്ത് രസമായിട്ട് കഥകൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ ഇതിനകത്തും എത്ര പറഞ്ഞാലും തീരാത്ത പോയിന്റ്സ് അല്ലേ ഇതിനകത്തുള്ളത്. മാഡം ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ഞാൻ ഈ മാഡത്തിനെ ഭയങ്കര ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിമനോഹരമായി കഥ അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഇതില് നമുക്ക് ഓരോന്നും ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പം കിട്ടുന്ന ഒരു സുഖമില്ലേ, അത് കേൾക്കുന്നവർക്കും നമുക്കും പ്രധാനം. അപ്പൊ ഇതിൽ ഓരോ പോയിന്റ്സും നമുക്ക് എങ്ങനെ അവോയ്ഡൻസ്, ഓടിപ്പോലും നേരിടലും ഒക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കേട്ട് ഈ ഒരുപാട് പേര് ഈ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ റെസ്പോൺസ് ഇട്ടുകളി എന്നിട്ട് അവരെ ചതച്ച് ചമ്മന്തിയാക്കുകയും അവര് വിഷമിക്കുകയും അവര് ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റടിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ. അപ്പൊ അതേപോലെ സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് നമ്മുടെ സ്ട്രെസ് വർദ്ധിച്ച് വരികയാണ്. അതിന് മരുന്ന് വരെ കഴിക്കുന്നുണ്ട്, നമുക്കറിയാമല്ലോ. സ്ലീപ്പിംഗ് പിൽസ് കഴിയാതെ ഉറങ്ങാൻ പറ്റാത്തവര്, മസിൽ റിലാക്സന്റ് കഴിക്കാതെ ഈ പുറം വേദനയും നടുവേദനയും മാറാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് നല്ലൊരു ക്ലാസ് ആയിരുന്നു.
അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് മാഡം ഒരു ക്ലാസ് കൂടെ എടുക്കണം. അത് കുറേ കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഈ വായിച്ച പുസ്തകങ്ങളിലെല്ലാം സിറ്റുവേഷൻസ് ചേർത്തൊന്ന് വിളമ്പിത്തരും. ഞങ്ങളത് ഇങ്ങനെ ആസ്വദിക്കും. ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ആൻ എക്സാമിനേഷൻ പോയിന്റ്സ് കൗണ്ട് ചെയ്യുന്നത് പോലെയായിരുന്നു. സ്ട്രെസ് ഇതാണ്, ഡെഫിനിഷൻ ഇതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാൻ ഈ ക്ലാസ് ഒന്നും അവതരിപ്പിക്കുന്ന ആളല്ല, പക്ഷെ ക്ലാസ് കേട്ട് രസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. താങ്ക് യു. എനിക്ക് വളരെ ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കുകയും ചെയ്ത്, കാരണം ആരോടെങ്കിലും പറയാനും കേട്ടത് ഉപകാരപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഐ കൺക്ലൂഡ്. തീർച്ചയായിട്ടും കേരള മാമിന്റെ തുടക്കമാണത്. അപ്പൊ തീർച്ചയായിട്ടും അത് തകർക്കും, ഒരു സംശയമില്ല. ഓക്കെ, അനിൽകുമാർ സാർ പറയും. സാറേ, എന്തായാലും ടീച്ചർ ആദ്യമായിട്ടൊക്കെ എടുക്കുന്ന ക്ലാസ്സുകളില്ലേ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ വലിയ പിള്ളേരുടെ മുമ്പിലേക്ക് വലിയ ആളാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞതുപോലെ ക്ലാസ് ഒക്കെ എടുക്കാൻ പറയും. വെളിയിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഞാനും അങ്ങനെ അനുഭവിച്ച ആളാണ്. ഇപ്പം എനിക്കും അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നതിലാണ് താല്പര്യം. മറ്റുള്ളവർ പറയുക, നല്ല നല്ല ആശയങ്ങൾ അത് ഉൾക്കൊള്ളുക, ചില പോയിന്റ്സ് എഴുതുക. എന്തായാലും ടീച്ചറിൻ്റെ ക്ലാസ് പൊതുവേ ആ നിലയ്ക്ക്, ആദ്യത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് വളരെ അടിപൊളിയായിട്ട് തോന്നി. ഞാൻ 10-12 മിനിറ്റ് താമസിച്ച് കയറുകൊണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എഴുതിയില്ല, എങ്കിലും ഓർമ്മ വെച്ച് പറയാം. ഞാനൊന്നും കുറിച്ചിട്ടില്ല. അതുപോലെ സാബു സാർ അതൊന്നും കൂടി നല്ല രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞു. എന്തായാലും സ്ട്രെസ് ഉള്ളതിന് ഞാനൊന്നും കരുതിയിരുന്നെങ്കിൽ കുറച്ച് പോയിന്റ്സ് പറയാമായിരുന്നു. എങ്കിലും സാറ് പറഞ്ഞതും ടീച്ചർ പറഞ്ഞതും കൂടെ ആഡ് ചെയ്ത് ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകണം, ക്ഷമിക്കണം. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാറുണ്ട്. ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മളാകെപ്പാടെ കൊളാപ്സ്ഡ് ആവും. അപ്പോൾ അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട. അങ്ങനെയാകുമ്പോൾ അതിന് വേണ്ട ആൾക്കാരെ കാണുക, നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക. അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അവരെ കാണുക. ഇനി മരുന്ന് അഥവാ വേണ്ട അത്ര കൂടുതലാണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പ്രശ്നം മാറും. പിന്നെ ഈ ബ്രീത്ത് ചെയ്യുന്ന രാവിലെ എഴുന്നേറ്റ് നല്ലപോലെ ബ്രീത്ത് ചെയ്യണം. അപ്പം നമ്മൾ പിള്ളേരോടൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പറയുന്നത് ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കണം, ടെൻഷൻ ഉണ്ടെങ്കിൽ. പിന്നെ നല്ലപോലെ ശ്വാസം എടുത്തു വിടണം, നല്ല രീതിയിൽ എടുത്തു വിടണം. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ വേണം. മെഡിറ്റേഷൻ വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മ്യൂസിക് തെറാപ്പി ഉണ്ട്, ലാഫിംഗ് തെറാപ്പി ഉണ്ട്. സാർ വളരെയധികം എല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അത് പോട്ടെ, പാസ്റ്റ് വന്നുള്ളതാണെങ്കിൽ ആ രീതിയിലുള്ളതാണെങ്കിൽ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ളതാണെങ്കിൽ മറ്റൊരു കളിയാക്കി ഇങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ അത് വിട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെ ആങ്ഷ്യസ് ആകും. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ആങ്ഷ്യസ് ആകേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ കൂടെ നിൽക്കുക, മറ്റുള്ളവർക്ക് നമ്മളെപ്പോലുള്ളവർക്ക് നല്ല രീതിയിൽ സന്തോഷത്തിൽ കഴിക്കുന്നെങ്കിൽ നമുക്കെന്തുകൊണ്ട് ആയിക്കൂടാ എന്നിവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അവൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം കണ്ടാലേ ഇതിനൊരു പരിഹാര മാർഗ്ഗങ്ങൾ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാൻ ഒക്കും യഥാർത്ഥത്തിൽ. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടവരുടെ ഫാമിലി വളരെയധികം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് ശരിക്കും ഫാമിലിയിൽ നിന്ന് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം വേറൊരു കാര്യമുണ്ട്, നമ്മോട് പറയാറുണ്ട്, ഈ അഫർമേഷൻ കൊടുക്കുക, വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ കാണാൻ പോവുക, ഞാൻ ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറയും. അത് നടക്കുന്നതായിട്ട് കരുതുക. നാളെ അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് ശരിയാക്കി തരുമെന്നാണ് നമ്മുടെ അതിൻ്റെ വിശ്വാസം. പിന്നെ അഫർമേഷൻ കൊടുക്കുക, ഞാൻ ആരോഗ്യവാനായി വരുന്നു. അതിങ്ങനെ പ്രസൻറ്റേഷൻ തന്നെ ഞാൻ ആരോഗ്യവാനായി, എനിക്ക് മനസ്സ് വളരെയധികം സന്തോഷമാണ്, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നു, ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ 3-4 സെൻറ്റൻസ് നമ്മൾ എഴുതി വെച്ച് പറയണം. പിന്നെ ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഇത് കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ നല്ല കൂട്ടുകൾ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ്. പിന്നെ നമ്മൾ വെളിയിലേക്ക് പോകണം. വെളിയിലേക്ക് ഇവിടെ പറഞ്ഞു, പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് പോകണം. അതൊക്കെ വരുമ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനമുണ്ട്. പിന്നെ നമ്മൾ ടൂറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെ നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പം നല്ല രീതിയിൽ ചിരിക്കുക, നല്ല രീതിയിൽ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് ആടാൻ പറ്റുമെങ്കിൽ ഡാൻസ് ആടുക, നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ പറ്റുക, നല്ല കൂട്ടുകാരുണ്ടാകണം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ അതും മനസ്സിലാക്കി നല്ല രീതിയിൽ പോകാം. ടീച്ചർ എല്ലാ പോയിൻറ്റ്സും പറഞ്ഞിട്ട് അല്പം സമയമെടുത്ത് വിശദീകരിച്ചില്ല, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട്. എങ്ങനെയായാലും പോയിൻറ്റ്സൊക്കെ ഒരുമാതിരി ഉണ്ട്, എല്ലാം ഉണ്ട്.
അപ്പോൾ ഇതിലും മെച്ചമായ രീതിയിൽ അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കട്ടെ. എല്ലാ ആശംസകളും. സാബു സാർ ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു, എല്ലാ പോയിന്റ്സും ഒന്നും കൂടെ അടുക്കിട്ട് പറഞ്ഞു. അപ്പം ഇതിന് എല്ലാ ടീച്ചറിന് ആശംസകൾ നേരുകയാണ്. അതുപോലെ സാബു സാറിനും. ഇതിൻ്റെയൊക്കെ എല്ലാ തരത്തിലും ഏത് സബ്ജക്റ്റ് ചോദിച്ചാലും എന്തിനേയും പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് നമ്മുടെ സാബു സാറ്. അതായത് സാബു സാറിനും ഇങ്ങനെയുള്ള വേദി ഒരുക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങയോട് നന്ദിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു വിഷയം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്, അല്ലേ? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മൈൻഡ്ഫുൾനെസ് വളരെ റിച്ച് ആയിട്ട് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും ഈ നിമിഷത്തിന്റെ ശ്വാസത്തിന്റെ, അല്ലെ, എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ഇനി പത്മനാഭൻ സാർ കേൾക്കാമോ? പത്മനാഭൻ സാർ എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? അതുപോലെ കുഞ്ഞി മാസ്റ്റർ, സുധാഷ്, ശശാമ്മ, ഉമേഷ് കുമാർ കൺവീട്ട് ചെയ്യാമോ? പത്മനാഭൻ സാർ പറയും. സ്നേഹലത ടീച്ചർ വളരെ പോയിന്റ്സ് ഒക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ വളരെ ചെറിയ സമയം കൊണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോഴെ ഈ പഠിച്ച കുട്ടികളെ സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് എനിക്ക് അതിലൊരു ഉൾപ്പെടുത്തണമായിരുന്നു. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടല്ലോ. പല കുട്ടികളെയും ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല സ്ട്രെസ് കാണുന്നുണ്ട്. ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം, കിട്ടുമെന്ന് അതിനൊരു ടൈം ലിമിറ്റ് വേണമല്ലോ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ജോലിന്റെ ഇതിൽ ഇങ്ങനെ നീണ്ടു പോവാന്നല്ലോ. അപ്പൊ അതും കൂടി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തണമെന്ന് പറയാ. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. നല്ല വിദ്യാഭ്യാസം കൊണ്ട് പലപ്പോഴും ജോലി കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടികൾ ഈ സ്ട്രെസ് പലപ്പോഴും അവർ തുറന്നു പറയത്തില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളൊന്നും അവർ തുറന്നു പറയത്തില്ല. പക്ഷെ അവരുടെ ബിഹേവിയറിൽ കൂടെ തന്നെ നമുക്കറിയാം അവർക്ക് നല്ലോണം സ്ട്രെസ് ഉണ്ട്. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഇതിനെ അഡ്രസ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു. കുഞ്ഞി മാസ്റ്റർ. ഓക്കെ സർ, പറയും. താങ്ക് യു ഓൾ. വളരെ നല്ലൊരു സബ്ജക്റ്റ്, സ്ട്രെസ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സാറിൻ്റെ സാന്നിധ്യത്തിൽ ടീച്ചർ അവതരിപ്പിച്ചത് ഞാൻ വളരെ ശ്രദ്ധിച്ചു കേട്ടു. ഈ സ്ട്രെസ് നമ്മുടെ സമൂഹത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടിയ തോതിൽ വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകർച്ചവ്യാധി എന്ന് തന്നെ പറയാം. അതെ അതെ. അത് എന്താണ് അതിൻ്റെ കാരണം തന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മനുഷ്യന്റെ ജീവിതം അത്യാഗ്രഹങ്ങളാണ്. ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ് എന്നുള്ള നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ആപ്തവാക്യമുണ്ടല്ലോ. അവിടെ എല്ലാ ആളുകൾ നിൽക്കുന്നത് പരിശ്രമിക്കണം, ബുദ്ധിപരമായി നല്ല നീക്കം നടത്തണം, ഉയർച്ചയിലേക്ക് എത്തണം. അതേ സമയത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ലളിത ജീവിതം നയിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായാൽ ആർക്കും തകർച്ച വരില്ല, മനസ്സ് തളരില്ല, നഷ്ടപ്പെട്ടാലും വീണ്ടും ഉയർത്തി നിൽക്കാൻ കഴിയും. അപ്പൊ എൻ്റെ ഒരു പരിചയക്കാരൻ എനിക്കറിയാം, ദുബൈയിൽ വലിയൊരു ബിസിനസ്സുകാരനാണ്. അയാൾ പരാജയപ്പെട്ടു. സത്യസന്ധനായ മനുഷ്യനാണ്. അയാൾ വേറൊരാൾ കെണി കുടുക്കി അയാൾ പരാജയപ്പെട്ടു. അയാൾ ഇവിടെ വന്നിരുന്ന എല്ലാ ആസ്തികളൊക്കെ വിറ്റ് കടബാധ്യതകളൊക്കെ വീട്ടി അയാള് കുടുംബസഹിതം കർണാടകയിൽ പോയിട്ട് കുറെ അധികം ഭൂമി വാങ്ങിച്ചു. അതിൽ കൃഷി ആരംഭിച്ചു. പ്രധാന കൃഷി മാങ്ങയായിരുന്നു. അതുപോലെയുള്ള കൃഷികളൊക്കെ ആരംഭിച്ച് ഈ പുൽത്തൈലം, മാങ്ങ, ഇതൊക്കെയാണ് അയാളെ കൃഷി. ഇങ്ങനെ ഇയാള് 5 കൊല്ലം കൊണ്ട് ഇയാൾ തിരിച്ചു വന്നു. ഇന്നിപ്പോൾ അയാൾ കേരളത്തിൽ നിന്ന് മാങ്ങ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് അയാൾ. അപ്പം നമ്മൾ ഏത് സമയത്ത് തളരാതെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എവിടെയും നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ കാണുന്നത്, ഈ കുട്ടികളിൽ മുൻകാലങ്ങളിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം, എനിക്കിപ്പോൾ പ്രായം കുറേയായി,
എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ കളികൾ തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരിക, ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ കളിക്കുക തന്നെ. കളിയിൽ ജയവും പരാജയവും ഉണ്ടാവും. കുട്ടികൾ പരാജയപ്പെടണം, ജയിക്കും വേണം, പരാജയപ്പെടും വേണം. അതുപോലെ സ്കൂളുകളിലൊക്കെ പാഠ്യേതര വിഷയങ്ങളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ തന്നെ കുട്ടികൾ വിന്നേഴ്സ് ഉണ്ടാവും, പരാജയപ്പെടുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് സമ്മാനങ്ങൾ ഒട്ടും കിട്ടാത്തവരുണ്ടാവും. ഇതൊക്കെ അവരെ മനോധൈര്യം നിലനിർത്താനും മാനസിക സമ്മർദ്ദം കുറക്കാനും മനോനില നിലനിർത്താനൊക്കെ സാധിക്കുന്ന ചില ഉപാധികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ഒരു സെഷനായിരുന്നു ഇവിടെ നടന്നത്. ഇന്നിപ്പോൾ അത് വളരെ ആവശ്യമില്ലാണ്. ചെറിയ കുട്ടികളൊക്കെ നിരന്തരം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. A+ കുറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുക, ഉദ്ദേശിച്ച കാര്യം സാധിക്കഴിഞ്ഞാൽ നാട് വിട്ടു പോവുക, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം കാണുന്ന വലിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സെഷനായിരുന്നു ഇവിടെ ടീച്ചർ അവതരിപ്പിച്ചത്. ഒരുപാട് കൺഗ്രാജുലേഷൻസ് ഡോക്ടർ സർ. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. താങ്ക് യു സർ. താങ്ക് യു സാർ. തീർച്ചയായും. സരസ്വതി മാം, ഉമേഷ് കുമാർ എന്തെങ്കിലും? ഓക്കെ. സ്ട്രെസ് എടുക്കുമ്പം മാം നമുക്ക് ഈ യൂസ്ട്രെസ് എന്നും ഡിസ്ട്രെസ് എന്ന് പറഞ്ഞ 2 തരവും കൂടി ഉണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ? യൂസ്ട്രെസ് എന്ന് വെച്ചാൽ എല്ലാ സ്ട്രെസ്സിനും ഒരു പോസിറ്റീവ് വശമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഈ സ്ട്രെസ് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് എന്ന് വേണം ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള യൂസ്ട്രെസ്, കുഞ്ഞി സാർ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പരാജയം ഇന്ന് പൊതുവെ ഇല്ല. അതുകൊണ്ട് അവർക്കത് ഒരു വലിയ സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ പരാജയവും ജയവും ഒരു ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും പോലെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ എണ്ണം കുറവാണ്. നമ്മുടെ കാലത്ത് 3, 4, 5, 6 കുട്ടികളൊക്കെ ഉള്ളപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് പോകാൻ. ഇന്നൊരു കുട്ടിക്ക് തന്നെ എന്താണ് 10 കുട്ടികളുടെ ലാളനയും അവർക്ക് വേണ്ട സമ്മാനങ്ങളും എല്ലാം കൊടുത്ത് വളർത്തുമ്പോൾ എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഡിസ്ട്രെസ്സിലേക്ക് പോകുന്നു, പ്രശ്നങ്ങളുണ്ട്. എനിവേ, താങ്ക് യു സ്നേഹത മാം. വളരെ മനോഹരമായ ഒരു സെഷൻ. എപ്പോഴും എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. തീർച്ചയായിട്ടും മാം വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ലെവലും കൂടെ നോക്കി അടുത്ത ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പതുക്കെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ നല്ല ഡിസ്കഷൻസ് കിട്ടും, നല്ല ഷെയറിങ് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് മാറ്റിയത് എന്നൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായും. ഉമേഷ് കുമാർ പറയും. ഞാൻ ലേറ്റായിട്ട് അറ്റൻഡ് ചെയ്തേ. എനിക്ക് ഈ ടൈമിങ്ങിന്റെ ഞാൻ പുറത്തു വന്നു. അപ്പൊ ടൈമിങ്ങിന്റെ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അപ്പൊ ഡിസ്കഷന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മാക്സിമം പോസിറ്റിവിറ്റി നിറയ്ക്കാനും ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ശ്രമിച്ചപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസും ഉറക്കവും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് എക്സസൈസും യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നല്ല മാറ്റം. പിന്നെ ഞാൻ കാണുന്ന ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ക്ലാസ്സുകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട ഒരു രസം തോന്നുന്നില്ല. ഇപ്പം ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ പറയാനുള്ള ചാൻസ്, കുറേ ആൾക്കാരെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലക്ക് കൊണ്ട് ചിലരുമായിട്ട് നല്ലപോലെ കണക്ഷൻ ആവും, നല്ല നോളജ് കിട്ടും. അതുപോലെ നല്ല കണക്ടിവിറ്റി ഞാൻ കൂട്ടി. ഇപ്പം ഇഷ്ടം പോലെ സൂം. ഇപ്പം 5.5 മണിക്കൂർ. എൻ്റെ ഇവിടുത്തെ സമയം ഇപ്പം 3 മണിയാണ്, 3 മണി ഉച്ചയ്ക്ക്. ആ സമയം വ്യത്യാസം വന്നുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള ഒരു വളരെ നല്ലൊരു ചേഞ്ച് ഇപ്പോൾ വരാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന, നാമമൊക്കെ ചൊല്ലാൻ തുടങ്ങി. ഞാൻ നാമം ചൊല്ലല് അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി നെഗറ്റീവ് കൂടുതലും പോസിറ്റീവ് കുറവുമാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന്. അപ്പം ഞാനത് തിരിച്ച് ചെയ്യാൻ തുടങ്ങി. പോസിറ്റീവ് അതുമല്ല, ഞാനൊരു ബക്കറ്റിൽ മഗ് വെച്ചു. എന്നിട്ട് ടാപ്പ് ഓൺ ചെയ്ത് ആ മഗ്ഗിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ആ കപ്പിന്റെ ലെവല് വരെ വരുന്നത് വരെ ആ കപ്പ് ഇങ്ങനെ നിന്നു. അതിനുശേഷം ആ ലെവലിൽ നിന്ന് മേളോട്ട് പോയപ്പോൾ കപ്പങ്ങ് മറിഞ്ഞു. കപ്പ് മറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതുപോലെ എൻ്റെ തലയിൽ ഈ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ മറിഞ്ഞു വീഴാൻ കാരണം നെഗറ്റീവ് കൂടുന്നത് കൊണ്ടാണെന്ന്.
ഞാനിങ്ങനെ കുളിച്ചപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചു, ആ കപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം വീഴുമ്പോൾ ആ കപ്പ് മറിയുന്നില്ല. ആ വെള്ളം കപ്പിന്റെ ലെവല് വരുന്നത് വരെ കപ്പ് അതുപോലെ നിന്നു. അതിന്റെ മുകളോട്ട് പോയപ്പോൾ കപ്പങ്ങ് മറിഞ്ഞു എന്ന് പറഞ്ഞ പോലാണ് ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മറിഞ്ഞു പോകുന്നത് എൻ്റെ തലേൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് കുറവായതുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായി അങ്ങനെ പ്രാക്ടിക്കലായിട്ട്. അപ്പം ഞാൻ ഇപ്പം മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഇങ്ങനെ അതിൽ നിന്ന് എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കൺട്രോളൊക്കെ ഞാൻ മെഡിറ്റേഷനൊക്കെ നല്ലപോലെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആരോ ഒരു സാർ ഇവിടെ പറയുന്നത് കേട്ടു, നമ്മളിപ്പോൾ ഞാനൊരു 10 ലക്ഷം കടമുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, എന്നിട്ട് ഞാൻ ധനവാനാണെന്ന് പറയാനായിട്ട് നമ്മുടെ മനസ്സ് ഒരിക്കലും അത് മാനിഫെസ്റ്റ് ആകത്തില്ല. അപ്പം അതിൽ നല്ലത് നമ്മൾ പറയാം വെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നോളജ്, അങ്ങനെയുള്ള വേർഡുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ കൺസിസ്റ്റൻസി, ഡിറ്റർമിനേഷൻ, ബൂസ്റ്റിംഗ് ഡിറ്റർമിനേഷൻ, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. നമ്മൾ പറയേണ്ട ആ വാക്കുകൾ ഒരു ദിവസം പലവട്ടം റിപ്പീറ്റ് ചെയ്താൽ അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ നമ്മൾ പറയാം എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല, എന്നിട്ട് ജോലി കിട്ടി എന്ന് പറഞ്ഞ് നമുക്കത് സങ്കല്പിക്കാനായിട്ടും അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ആകാനും നമ്മുടെ ബോഡിയുടെ ഫീലിംഗ് കറക്റ്റായിട്ട് നമുക്കത് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പറയേണ്ടത് ജോലി ജോലി ജോലി. അതൊരു എനിക്കൊരു സക്സസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അതും കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ വേർഡുകൾ ഉപയോഗിക്കുക, മാക്സിമം വേർഡുകൾ, വെൽത്ത് അല്ലെങ്കിൽ പണം, ഐശ്വര്യം, എന്തുവാ സന്തോഷം, അങ്ങനെ നമ്മൾ ആ വാക്കുകൾ നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റേഷൻ കൂടുതൽ ഫാസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു. എനിക്ക് അത്ര അറിവില്ല എന്നാലും ഞാൻ പറഞ്ഞു. അപ്പം ബാക്കി സന്തോഷം, ഞാൻ ഇനി ഇച്ചിരി ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കയറിക്കോളാം, എൻ്റെ അറ്റൻഡ് ചെയ്യാം. വളരെ ഉപകാരം ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയതിന്, വളരെ ഉപകാരം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഇതേ സമയത്ത് തന്നെ ഉണ്ട്, സെയിം ലിങ്ക് ആണ്. ഞാനത് കണ്ടു. പക്ഷെ ഇവിടെ ഉച്ചയ്ക്ക് ഇപ്പൊ 3 മണി ഞാൻ പറഞ്ഞില്ലേ, 5.5 മണിക്കൂർ വ്യത്യാസമാണ്. ഇപ്പൊ ഓഫീസ് ടൈമാണ്, ഇന്ന് ഇച്ചിരി പണി കുറവായതുകൊണ്ട് കയറി. അപ്പം കയറാൻ പറ്റി. അപ്പൊ ചില സമയത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം എന്നാലും ഞാൻ കണക്ട് ആയിട്ടിരിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കയറാൻ സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. എല്ലാത്തിന്റെയും യൂട്യൂബിൽ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ അത്ര എഫക്റ്റ് ഉണ്ട്. അതിൽ ഇപ്പൊ കണ്ട സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറിന്റെ എനർജി എന്നിലേക്ക് വരികയാണ്. അതൊരു ഡിഫറെന്റ് ആണ്. ആ യൂട്യൂബിലൊക്കെ എന്തുമാത്രം ഉണ്ട് സാർ, അത് എന്തുമാത്രം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് ശരിയാണ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പാർട്ട് സാർ അത് കാണുന്നുണ്ട് സാർ, മാക്സിമം കാണുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട് സാർ. പക്ഷെ ഈ ക്ലാസ് ആകുമ്പോൾ ഒരു ലൈവ് അല്ലേ സാർ, അതിന്റെ ഒരു പ്രത്യേകത വേറെയാണ്. എനർജി പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും തമ്മിലെ. അതൊരു വ്യത്യാസമല്ലേ. ഉമേഷിന്റെ എനർജി കുറച്ച് ഞങ്ങൾക്കും തരും, ഒരു ക്ലാസ് ഒക്കെ എടുക്കും ഇടയ്ക്ക്. എന്താ സാറേ, ഒരു ക്ലാസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കുറച്ച് എനർജി തരാൻ. ഇല്ല സാറേ, ഇതൊരു ഭയങ്കര അനുഭവമല്ലേ സാർ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എനിക്ക് തോന്നി, എൻ്റെ അനുഭവം കൊണ്ട്. ഇപ്പം തന്നെ ആ കുളിക്കാൻ നേരത്തെ ബക്കറ്റിൽ ഞാൻ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അപ്പം എനിക്കൊരു 40 വർഷമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായത്. 1 വർഷം ഞാനത് ശ്രമിച്ചിട്ട് മാറാത്തൊരു കാര്യം ഞാൻ പോസിറ്റീവായിട്ട് ചെയ്ത് 1.5 മാസം കൊണ്ട് മാറ്റി. പിന്നെ സിഗരറ്റ് വലിക്കുന്നത് ഒറ്റയടിക്ക് നിർത്തി. അത് നിർത്താനൊന്നും, അതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിർത്താൻ പറ്റിയത് ഞാൻ ഇങ്ങനെ ഒരു തോട്ട് എന്നിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ അതിനകത്ത് വേറെ അപ്പം അധികം ചെയ്തിപ്പം ഒരു 2-3 മാസമായി സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അതാ പറഞ്ഞത്, അതിനൊക്കെ ഒരു ടൈം ഉണ്ടാകും. ദൈവത്തിന്റെ നമ്മൾ നിയോഗം എന്ന് പറയുന്ന പോലെ. അല്ലാതെ ഈ അറിവ് ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്യുന്ന, ദൈവം ടച്ച് ചെയ്യുന്ന, അത്രേ ഉള്ളൂ. എന്തായാലും സന്തോഷം സാർ, ഈ ഇങ്ങനെയുള്ള ക്ലാസ് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഒന്നുമില്ല സാർ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ജോർജ് സാർ, സരസ്വതി മാം, ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്നേഹിത മാം, താങ്ക് യു വൺസ് അഗൈൻ. വളരെ മനോഹരമായ ഒരു സെഷൻ. എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പവറാണ് മാമിന് കൊടുക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും അവരവരുടേതായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ അനലൈസ് ചെയ്യട്ടെ. സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് തീർച്ചയായിട്ടും കൊടുക്കാം. So, thank you, ma'am. Thank you very much. Thank you, sir. Umesh, thank you. Good night. See you.